തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള രാഷ്ട്രീയ സഹകരണം സ്ഥിരീകരിച്ച് പ്രതിപക്ഷ നേതാവും ലീഗ് അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും. ഈ തെരഞ്ഞെടുപ്പിലും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF-നുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. അവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമല്ല. അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ UDF-ന്റെ സ്ഥലങ്ങളിൽ അവരുമൊക്കെ ആയിട്ട് ധാരണയൊക്കെ താഴെ തട്ടി. ആ പിന്തുണ ഞങ്ങൾ നിരസിച്ചിട്ടില്ല. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ലെന്നും പ്രാദേശിക നീക്കുപോക്കാണെന്നും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24-നോട് പറഞ്ഞു. 24 ഫോർ ദി പീപ്പിൾ പരിപാടിയിലാണ് പ്രതികരണം. നേരത്തെ LDF-ന് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ നൽകിയിട്ടുണ്ടെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ലീഗിനെ ആണെങ്കിലും UDF-നെ ആണെങ്കിലും ആക്രമിക്കാൻ വേണ്ടി ഇടതുപക്ഷം പ്രത്യേകിച്ച് CPIM പ്രധാനപ്പെട്ട ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ബാന്ധവത്തെയാണ്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന ആശങ്ക സംസ്ഥാന അധ്യക്ഷനുണ്ടോ? പക്ഷേ ഈ ആരോപണം പറയുന്നവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അവരും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവരുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിനും തയ്യാറായിട്ടില്ല. മുന്നണി ഭാഗമൊന്നുമല്ല. പ്രാദേശിക തലത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. ഇതിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വല്ല നീക്കുപോക്കുകളും ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അന്ന് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ആശയമാണ് പ്രധാനമെങ്കിൽ അല്ലെങ്കിൽ നിലപാടുകളാണ് പ്രധാനമെങ്കിൽ മതരാഷ്ട്രവാദികൾ എന്ന ആരോപണം നേരിടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്ക് മുസ്ലിം ലീഗ് പോലൊരു സംഘടനയ്ക്ക് കഴിയുമോ? UDF-ന് പറ്റുമോ? ഇതേവരെ അത് ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. ആ രീതിയിലുള്ള രാഷ്ട്രീയ ബാന്ധവം അവരുമായിട്ടൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല. നിലപാടിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് അവരാണ്. നേരത്തെ UDF-മായി മാറി നിന്ന് വിട്ടുനിന്ന ഒരു ഇടതുപക്ഷവുമായിട്ട് നിന്നവരായിരുന്നു. പിന്നീട് അവർ നിലപാട് മാറ്റി. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ അവർ കാണുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ അവർ UDF-ഉമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആ രീതിയിൽ വരുമ്പോൾ നമ്മളവിടെ മാറ്റി നിർത്തേണ്ട കാര്യമൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.